നിങ്ങൾ കൃത്യമായി കടമ നിർവഹിക്കുന്നു എങ്കിൽ ആ കടമയുടെ ഫലഭോക്താക്കളായി വരുന്നവർ മുഴുവൻ തിരിച്ചറിയുന്നത് നിങ്ങളോളം ബന്ധവും നിങ്ങളോളം സംഘവും നിങ്ങളോളം പറ്റും ഉള്ള വേറൊരാളും ഈ ഭൂമിയിലില്ലെന്നാണ് തോന്നുക. എന്ത് ഉഴുതുമറിക്കുകയാണ് ഈ മനുഷ്യൻ, എന്തൊരാഗ്രഹം ആ മനുഷ്യന്. അത് നിങ്ങളുടെ കടമയാണെന്നറിയുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾക്ക് പിടികിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുന്നത് ഈ സ്വകാര്യം, അതുപോലെ തന്നെ ഈ സ്നേഹക്കുറവോ ഒക്കെ. നിങ്ങളിപ്പോഴും നിങ്ങളിലല്ല ഇരിക്കുന്നത്, അവരിലാണ് ഇരിക്കുന്നത്. അത് അവകാശത്തിലാണ്, കടമയിലല്ല. ഞാൻ എൻ്റെ കടമ സ്തുത്യർഹമായി ചെയ്യുന്നു എങ്കിൽ എൻ്റെ ശബ്ദജാലങ്ങളിൽ, എൻ്റെ കർമ്മ പദ്ധതികളിൽ ഒടുങ്ങാത്ത പറ്റിൻ്റെ, അതികഠിനമായൊരു നിർബന്ധ ബുദ്ധിയുടെ ഭാവങ്ങളൊക്കെ അവർ കാണും. അതൊക്കെ അവരുടെ സങ്കല്പങ്ങളിൽ മാത്രം. പ്രായവും കർത്തവ്യവുമായി ബന്ധമൊന്നുമില്ല. എൻ്റെ ഈ ജന്മം കർത്തവ്യങ്ങൾക്ക് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ കർത്തവ്യങ്ങൾ അനുസ്യൂതം ഞാൻ ചെയ്യുമെന്ന് നിശ്ചയിച്ചാൽ, എന്നെ കാത്തിരിക്കുന്ന എല്ലാ കർമ്മവും എൻ്റേതാണ്, അത് ഒഴിയേണ്ടതാണെന്ന് തീരുമാനിച്ചാൽ, എൻ്റെ ഇന്ദ്രിയങ്ങൾക്കോ ശരീരത്തിനോ വിശ്രമിക്കാൻ അല്പം പോലും ഇടമില്ലാതായാൽ, അവകാശങ്ങളുടെ യാതൊരു ഭാവഭേദങ്ങളും എന്നിൽ കടന്നു വരാതിരുന്നാൽ, ലോകമെന്നെ ഏറ്റവും വലിയ സംഘമുള്ളവനെന്ന് കാണുമ്പോഴും യാതൊരു സംഘവുമില്ലാതെ എനിക്ക് സ്വച്ഛന്തം ഇവിടെ നിന്ന് പോകാനാവും. അങ്ങനെ ഇരിക്കുള്ളൂ. കാരണം കർത്തവ്യം മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു കർമ്മം ചെയ്യുന്നവനാണെന്നറിഞ്ഞാൽ, കർമ്മം ചെയ്യുന്നവനാണെന്ന് ലോകം അറിഞ്ഞാൽ, എല്ലാ കർമ്മവും നിങ്ങളുടെ അടുക്കലേക്കേ വരുള്ളൂ. ഏത് ബാങ്കിൽ ചെന്ന് നിങ്ങൾ നോക്കിയാലും ആ ബാങ്കിൽ പണിയെടുക്കുന്ന 3 പേരോ 4 പേരോ മാത്രമേ കാണൂ. എല്ലാ പണിയും അവൻ്റെ മേശയിലുണ്ടാവും. ബാക്കിയുള്ളവൻ 2 മണിയാകുമ്പോൾ വടവിക്കുന്നവൻ വരും, പരിപ്പോട വിൽക്കുന്നവൻ വരും, തുണിയും കൊണ്ടുവരും, അതൊക്കെ വളവിക്കുന്നവൻ വരും, വട്ടത്തിലിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും കൂടാവും. അതിനിടയ്ക്ക് യൂണിയൻ നേതാവ് ഒന്ന് പ്രസംഗിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ പിടിയിൽ വീണിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ഭാര്യയ്ക്ക് വേണ്ടി 2 എണ്ണം വേറെ വാങ്ങിച്ചുകൊണ്ട് പോകും ഫ്രീ ആയിട്ട്. ഓഫീസറെ പണിയെടുക്കുന്നവനെ മാത്രം വിളിച്ചിട്ടേ ചെയ്യാൻ പറയുള്ളൂ. 30 ഫയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 31ാമത്തത് കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. അവൻ മാത്രമേ ചെയ്യൂ എന്ന് അറിയുകയും ചെയ്യാം. വീട്ടിൽ കച്ചി വലിച്ചിടുന്നവൻ, പാത്രം തേക്കുന്നവൻ, മുറ്റമടിക്കുന്നവൻ, കച്ചി വലിച്ചിട്ടോടാ ഇട്ടു, പാത്രം തേച്ച് കഴിയോടാ കഴിയേ. നിന്നോട് പറയാൻ കാത്തു നിൽക്കണോ? എടാ പറമ്പിൽ നിൽക്കുന്ന കിടാവിനെ വലിച്ചു കിട്ടിയില്ലേ, ഇപ്പം കിട്ടിയേക്കാവേ. അതേ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കരുത്, വേഗം പോയി എന്ത് ചെയ്യണം. ഇപ്പോഴൊക്കെ ഒരുത്തൻ അപ്പുറത്തിരുന്ന് നോവലും വായിച്ചിരിപ്പുണ്ടാവും ചിരിച്ചോണ്ട്. എടാ എതിർക്കാൻ പഠിക്കണം, അവകാശങ്ങൾ മേടിക്കാൻ പഠിക്കണം, പ്രതികരിക്കാൻ പഠിക്കണം, പണിയാൻ പഠിക്കരുത്. ഇത് 2 മാർഗമാണ്, ഒന്ന് ഇരുട്ടിൻ്റെയും ഒന്ന് വെളിച്ചത്തിൻ്റെയും. ജീവിത ദർശനത്തിൻ്റെ ഈ വഴി ഇന്ന് അന്യമാണ്. കടമകൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്നതോടെ കർമ്മത്തിലുള്ള പൂർണ്ണത ചെയ്തു കഴിഞ്ഞ് നിൽക്കാറുമില്ല. ഒരു പ്രശംസ കിട്ടാൻ, അതൊന്ന് അംഗീകരിക്കാൻ. 1000 കർമ്മങ്ങളിൽ ഒന്നിച്ചോടുമ്പോഴും ഒന്നും ചെയ്യാത്തവനെ പോലെ ജീവിക്കാൻ, ഒരു കർമ്മവും ചെയ്യാതിരിക്കുമ്പോഴും എല്ലാം ചെയ്തവനെ പോലെ ജീവിക്കാൻ. കർമ്മത്തിൻ്റെ ഈ രഹസ്യത്തിലാണ് ബഹിരംഗ സാധന വിട്ടൊഴിയുന്നത്. ബഹിരംഗ സാധന വിട്ടൊഴിഞ്ഞു മാത്രമേ അന്തർയോഗവും അന്തരംഗ സാധനയും ആവിർഭവിക്കൂ. ഈ ദാർശനിക സവിശേഷതയാണ് ചിത്തവൃത്തി നിരോധം വരുത്തുന്ന യോഗത്തിലൂടെയും മറ്റും പതഞ്ജലിയാദ്യന്മാരായ മഹർഷിമാർ നമുക്ക് തന്നത്. അതിൽ മനസ്സിൽ നിന്ന് ഈ കർമ്മങ്ങൾ പോകുമ്പോഴേ ഒരിടത്ത് തിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പതഞ്ജലി പറഞ്ഞു, സ്ഥിരസുഖം ആസനം.
ഏതെങ്കിലും കർമ്മമോ കർമ്മവ്യാപാരമോ ഏതെങ്കിലും കർമ്മ സങ്കല്പമോ മറ്റാളുകളുടെ കർമ്മങ്ങളുടെ മേലുള്ള വിമർശനമോ മറ്റാളുകളോ മനസ്സിൽ തത്തിക്കളിക്കുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കാനാവുമോ? ഏത് പോസ്റ്ററിലിരുന്നാലും ഇരിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. കർമ്മത്തിൻ്റെ സങ്കല്പം മനസ്സിൽ കളിക്കുമ്പോൾ ഒരു യോഗശാലയിൽ കയറിയിരുന്ന് യോഗാചാര്യൻ പറയുന്ന പാഠങ്ങൾ അനുസരിച്ച് കാല് മടക്കി ഇരിക്കെന്ന് പറഞ്ഞാൽ ആ ഇരിപ്പിടമല്ലാതെ സ്ഥിരവും സുഖവും ഉണ്ടാകുമോ? എപ്പോൾ തീരും? ശരിയല്ല. സമയം പോകുന്നില്ലല്ലോ. വച്ചു നോക്കി എത്ര നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും? ഇത് കഴിഞ്ഞിട്ട് വേണം നടപ്പാൻ. ആദ്യത്തെ ദിവസം രസത്തിന് പോയി ചേർന്നപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല. അവിടെ ചില പണിയൊക്കെ ചെയ്തു വെച്ചിങ്ങനെ വന്നിരിക്കുക, ഓടി വന്നിരിക്കുക. ഇതൊന്ന് 2 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് വേണം അങ്ങോട്ടേന്ന് ചെയ്യാൻ. അതിനിടയ്ക്ക് മൊബൈൽ എടുക്കുക വെച്ചിട്ടുമുണ്ട്, വിളിക്കുമോ എന്നറിയാൻ. അത്യാവശ്യം ഉണ്ടായി വിളിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ശവാസനത്തിൽ കിടന്നപ്പോൾ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോഴെങ്ങാനും മിസ് കോൾ വന്നോ വൈബ്രേഷനിൽ എന്ന് നോക്കുക. അപ്പോഴാ പതഞ്ജലി പറഞ്ഞ സ്ഥിരസുഖമാസനം, ശവാസനം പോലും അസ്ഥിരാസനമായി മാറുന്ന. അവിടെ ഈ ടെക്നിക്കൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അവർക്കൊരു സത്യം അറിയാമായിരുന്നു, ഈ ശരീരത്തിന് ആത്മബുദ്ധിയിൽ ഒന്നും ചെയ്യാനില്ല. ഈ ശരീരം ഏതൊരു സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാവങ്ങളും തേടി സഞ്ചരിക്കുന്നുവോ ആ സൂക്ഷ്മ ശരീരത്തിൽ മാത്രമാണ് കളിയെന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. എപ്രകാരമാണോ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവിൽ കൊതിക്കുന്ന ഒരുവന് വേണ്ടി വസ്തുവിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്, അതിൻ്റെ ആഗ്രഹവുമായി അവൻ പുറകെ നടക്കുമ്പോഴെല്ലാം അത് സൂക്ഷിക്കണം. അവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വസ്തു ഞാൻ സൂക്ഷിക്കണം. അവൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞാൽ ഉടനെ ഞാൻ അത് ഒളിച്ചു വെക്കണം. അവന് കിട്ടുകയില്ലെന്നറിഞ്ഞാൽ അത് ചീത്തയാക്കുമോ എന്ന് സംശയിക്കണം. ആഗ്രഹങ്ങൾ അവൻ്റെതായി വസ്തു എൻ്റെതായി കൊണ്ടു നടക്കുന്നതിനേക്കാൾ ആഗ്രഹങ്ങൾ അവൻ്റെതായിരിക്കുന്നിടത്തോളം വസ്തുവും അവൻ്റെതായിരിക്കട്ടെ എന്നോർത്ത് വസ്തു അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ വസ്തു അവൻ സൂക്ഷിക്കട്ടെ, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. ഉടമസ്ഥതയിലേ തർക്കമുള്ളൂ. വീടും പറമ്പും ചേട്ടൻ്റെ പേര് വെച്ചുകൂടാ. എൻ്റെ പൊന്നനിയ, നിൻ്റെ പേര് തന്നെ ഇരിക്കട്ടെ. കർത്തവ്യ കർമ്മത്തിനപ്പുറം ഒന്നുമില്ലെന്ന് കാണുക. ദേഹം പതിക്കുന്നതാണ്, കാര്യങ്ങൾ സാധിക്കേണ്ടതാണ്. ഇങ്ങനെ അന്ധക്കരണം എപ്പോൾ ശുദ്ധമാകുന്നു, ബഹിരംഗ സാധന നിൽക്കുകയും അന്തരംഗ സാധന അചിരേണ ആരംഭിക്കുകയും ചെയ്യും.